കടലുകൾ താണ്ടി വന്നു നീ പകർന്നു വിശ്വാസം. ജീവിത വഴിയിൽ അതുമാത്രമെന്നും ആശ്വാസം. കടലുകൾ താണ്ടി വന്നു നീ പകർന്നു വിശ്വാസം. ജീവിത വഴിയിൽ അതുമാത്രമെന്നും ആശ്വാസം. 7 പള്ളികൾ ഉയർന്നു 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 ക്രിസ്തുവിൽ വീണ്ടും പിറന്നു പിറന്നു പിറന്നു. 7 പള്ളികൾ ഉയർന്നു, ഞങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും പിറന്നു. താതാ നിൻ വാത്സല്യ തണലതിൽ വളർന്നിടാം സദാ. മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേക്ഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം താതാ, ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ താതാ, ഞങ്ങൾക്കായി മാധ്യസ്ഥ. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവസനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ദൈവസന്നിധിയിൽ അനേകം ആളുകൾ കടന്നു വരികയും ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച് അതിനുശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുവാൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും ലഭിച്ച അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകുന്ന അനേകം ആളുകളെ കാണുവാൻ സാധിക്കും. ധാരാളം അനുഗ്രഹങ്ങളും രോഗസൗഖ്യവും ലഭിച്ചതിന് ശേഷം നാളുകൾ കഴിയുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന അനേകരെ കുറിച്ച് വേദപുസ്തകം എബ്രായ ലേഖനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം അനുഭവിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ. ദൈവത്തെ അനുഭവിച്ചവർ വീണ്ടും പാപത്തിൽ പതിക്കുമ്പോൾ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്ന അനുഭവമാണ് അവർ നിത്യനരകത്തിന് യോഗ്യതയുള്ളവരായി മാറുന്നു എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബാഹ്യമായ ശുദ്ധീകരണമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ആന്തരികമായ ശുദ്ധീകരണമാണ്. നമ്മുടെ ശരീരങ്ങൾ ദൈവം വസിക്കുന്ന ആലയങ്ങൾ ആകുന്ന അനുഭവത്തിലേക്ക് മാറുന്നില്ല എങ്കിൽ, പൗലോസ് ഓർമ്മപ്പെടുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിന് തക്കതായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നില്ല എങ്കിൽ സാത്താൻ നമ്മിലേക്ക് പ്രവേശിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഒരിക്കൽ പാപമോചനവും രോഗസൗഖ്യവും ലഭിച്ചവർ പിന്മാറിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ നാം പിന്മാറി വീണ്ടും പാപത്തിലേക്ക് പതിക്കാതെ നാം ആകുന്ന ദൈവമന്ദിരത്തിൽ യേശു വസിക്കുവാൻ നമ്മൾ അതിനുള്ളതായ ഇടം നൽകണം. അപ്പോൾ ശത്രുവായ സാധാരണ നമ്മിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് യേശുവിന് നമ്മൾ ഇടം കൊടുക്കുന്നത്? ക്രിസ്തു കാണിച്ചതായ സ്നേഹത്തിൻ്റെതായ ആ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. ശുഭക്കോന ശുശ്രൂഷയുടേതായ ഭാഗത്ത് ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, കൽപ്പന കാപ്പാൻ അന്യോന്യം സ്നേഹിപ്പിൻ സഹജന്മാരെ, ചിലരുപവാസം കാക്കുമ്പോൾ ഹൃദയം സ്പർദ്ധ വൈരമയം വീഞ്ഞു വെടിഞ്ഞോരിൽ ചിലരോ പ്രിയനെ രഹസ്യം നിഹനിപ്പൂ. കൽപ്പന കാക്കുവാനായി അന്യോന്യം സ്നേഹിക്കണം സഹോദരീ സഹോദരന്മാരെ. ചിലർ ഈ നോമ്പിൻ്റെതായ അവസരത്തിൽ വീഞ്ഞുപേക്ഷിക്കുന്നുണ്ട്. ചിലർ ചില തീരുമാനങ്ങളെടുത്ത് ഉപവാസത്തിൻ്റെതായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉപവാസത്തിൻ്റെതായ അനുഭവത്തിൽ അവർ പ്രവേശിക്കുമ്പോൾ വീഞ്ഞുപേക്ഷിക്കുകയും ഉപവാസമനുഷ്ഠിക്കുകയും എല്ലാം ചെയ്യുന്നതായ അവസരത്തിൽ
ദൈവത്തെ തന്നെ നിഷേധിക്കുന്നതായ അനുഭവത്തോടുകൂടി ചിലരുടെ മനസ്സുകൾ പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഹൃദയം വിദ്വേഷവും പകയും പിണക്കവുമായിട്ട് നിൽക്കുകയാണ് എങ്കിൽ അത് ദൈവത്തിന് അകന്നു പോകുന്നതായ അനുഭവമാണ്. നമ്മുടെ പ്രിയനെ തന്നെ നിഗ്രഹിക്കുന്നതായ അനുഭവത്തിലാണ്. അതായത് സ്നേഹത്തിൻ്റെതായ അനുഭവത്തോടുകൂടെ നിങ്ങൾ നിൽക്കുവാൻ ഈ പ്രാർത്ഥനയുടേതായ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ലഭിച്ച അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളുമെല്ലാം അത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ളതായ അവസരമായിട്ട് നാം തിരിച്ചറിയണം. ലഭിച്ച അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും മറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ ദൈവവുമായിട്ടുള്ളതായി മതി നിൽക്കുവാൻ ക്രിസ്തുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും പിന്മാറിപ്പോകാതെ വിശുദ്ധരായി ജീവിച്ച് ദൈവത്തോട് പറ്റിയിരുന്ന ഫലപ്രദമായ മുന്തിരിശാഖകളായി നിൽക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലഭിച്ച ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവരും ദാവീദ് പാടി സ്തുതിച്ചതുപോലെ ദൈവസന്നിധിയിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് 101 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് പുതുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ഹൃദയങ്ങൾ സ്നേഹത്തിൻ്റെതായ അനുഭവത്തിലൂടെ നിൽക്കുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.